ഹായ്, 4.5 സെന്റ് പ്ലോട്ട് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 1550 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ പ്ലാനും ഡിസൈനും അതോടൊപ്പം തന്നെ ആ ഒരു വീട് നിർമ്മിക്കാനായിട്ട് എത്ര കോസ്റ്റ് വരുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഞാൻ ഹനീദ്, അനുരാസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ വീടിന്റെ പ്ലാനും അതിന്റെ 3D പ്ലാനും ഒക്കെ ഒന്ന് കാണാം. അതിനുശേഷം ഇതിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എത്ര വരുമെന്നുള്ളത് നോക്കാം. ഇത് ഈ വീടിന്റെ 3D പ്ലാൻ ആണ്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. അടുത്തായിട്ട് ഇവിടെ ലിവിംഗ് ഏരിയ ആണ്. അടുത്ത ഇവിടെ ഒരു ഡൈനിങ് ഏരിയ. ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ, ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂം ആണ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം ആണ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാൻ ആണ്. ഒരു ബെഡ്റൂം ആണ് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു അപ്പർ ലിവിംഗ് സ്പേസും ബാൽക്കണിയും കാണാവുന്നതാണ്. ഇത് ഈ വീടിന്റെ 2D പ്ലാൻ ആണ്. 1003 സ്ക്വയർ ഫീറ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. 330-144 സെന്റിമീറ്റർ എന്ന അളവിലാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഇവിടെ ആയിട്ട് ലിവിംഗ് ഏരിയ വരുന്നുണ്ട്. 330-404 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ സൈസ്. ഇവിടെ ആയിട്ട് ഡൈനിങ് ഏരിയ, ഇവിടെ കിച്ചൺ, ഒരു സ്റ്റോർ റൂം കാണാവുന്നതാണ്. ഇത് ആദ്യത്തെ ബെഡ്റൂം ആണ്. 378-368 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ സൈസ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം ആണ്. 294-320 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ സൈസ്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാൻ ആണ്. 551 സ്ക്വയർ ഫീറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. ഒരു ബെഡ്റൂം ആണ് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. 378-368 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ സൈസ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് അപ്പർ ലിവിംഗ് സ്പേസ്, ബാൽക്കണി കാണാവുന്നതാണ്. വീടിന്റെ പ്ലാനും ഡിസൈനൊക്കെ കണ്ടല്ലോ. നമുക്ക് ഒരു വീട് നിർമ്മിക്കാനായിട്ട് എത്ര കോസ്റ്റ് വരും എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് ഫൗണ്ടേഷൻ 3,93,000 രൂപയാണ് ഈ ഒരു വീടിന്റെ ഫൗണ്ടേഷന്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത്. എർത്ത് വർക്ക് 16,000, കരിങ്കല്ലിന്റെ വർക്ക് 1,78,000, അതിന് മുകളിൽ വരുന്ന ബെൽറ്റ് 76,000, എർത്ത് ഫില്ലിങ് 64,000, അതിന് മുകളിൽ വരുന്ന PCC കോൺക്രീറ്റ് 57,000 രൂപ. അങ്ങനെയാണ് നമുക്ക് 3,92,000 രൂപ ആകെ കോസ്റ്റ് വരുന്നത്. ഇതിൽ എർത്ത് ഫില്ലിങ് നമുക്ക് സൈറ്റിൽ നിന്ന് തന്നെ മണ്ണ് കിട്ടുകയാണെങ്കിൽ കോസ്റ്റ് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ഓരോ ലൊക്കേഷൻ അനുസരിച്ച് അതിന്റെ കോസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെ 3,92,000 രൂപയാണ് ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. അടുത്തായിട്ട് അതിന്റെ ബ്രിക്ക് വർക്ക് 4,81,000 രൂപ, ലിൻഡൽ സൺഷെയ്ഡ് 1,82,000, റൂഫ് സ്ലാബ് 4,30,000 രൂപ. അങ്ങനെ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ വർക്ക് കഴിയുന്ന സമയത്ത് 14,86,000 രൂപയാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. അതിനുശേഷം വരുന്ന പ്ലാസ്റ്ററിങ് 3,32,000 രൂപ, പെയിന്റിങ് 2,85,000 രൂപ, ടൈല് 3,24,000 രൂപ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ്ങും 3,11,000 രൂപ, ഡോർസ് ആൻഡ് വിൻഡോസ് 3,48,000 രൂപ. അങ്ങനെ ആകെ 31,63,000 രൂപയാണ് ഈ ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് ഏകദേശം വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് കിടക്കുകയാണെങ്കിൽ 2,035 രൂപയാണ് ഈ ഒരു വീടിന്റെ പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. ഇതൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള റേറ്റ് അല്ല, എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിത് ഇത്ര സ്ക്വയർ ഫീറ്റ് ആണ്, അതുകൊണ്ട് ഇത്ര രൂപയ്ക്ക് ചെയ്യാമോ, അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റിന് ഇത്ര എന്നുള്ള ഒരു ഫിക്സഡ് റേറ്റിലൊന്നും നമുക്ക് വീട് ചെയ്യാനായിട്ട് പറ്റില്ല. ഞങ്ങളും അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. പല ആൾക്കാരും നമ്മൾ ഓഫീസിൽ വിളിച്ചിട്ട് സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണ് എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ അങ്ങനെയല്ല, കൃത്യമായിട്ട് അതിന്റെ പ്ലാനും ഡ്രോയിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷമാണ് അതിന്റെ റേറ്റ് ക്വാണ്ടിറ്റി എടുത്തിട്ട് റേറ്റ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ ഇതിന്റെ പ്ലാൻ 3D പെർമിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.